Hi friends, Assalamu alaikum. Welcome back to my channel Mayonnaise Kitchen. ഇന്നൊരു സിമ്പിൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? പനീർ ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഇന്ന് കാണിക്കുന്നത്. പനീറിൻ്റെ ഒരു ചെറിയൊരു ഫില്ലിങ്ങും അതുപോലെ ചിക്കൻ മയണൈസിൻ്റെ ഒരു ഫില്ലിങ്ങും പുതിന ചട്നിയും ഒക്കെ ചേർത്തുകൊണ്ട് 4 ലെയർ ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഇന്ന് കാണിക്കുന്നത്. സിമ്പിളാണ്, വളരെ ടേസ്റ്റാണ്. നമുക്കിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാം. സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിന് ആദ്യം പുതിന ചട്നി ഉണ്ടാക്കണം. ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പുതിന ഇല അതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത പുതിന ചട്നിയാണിത്. പിന്നെ വേണ്ടുന്നത് മയണൈസ് ആണ്. 1 ലെയർ ചിക്കൻ ഫില്ലിംഗ് ആണ്. അപ്പോൾ ആ ചിക്കൻ്റെ ഫില്ലിങ്ങിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് മയണൈസ്. അപ്പോൾ മയണൈസിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഉണ്ടാക്കാനുള്ളവരെ നോക്കിയിട്ട് അത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ എടുക്കുന്നത് പിസ്സ സോസ് എടുക്കുന്നുണ്ട്. അത് പനീറിൻ്റെ ലെയറിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. പനീർ ആദ്യം ഒന്ന് ചെറിയൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം, ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പും മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ആ ഒരു മുളക് പൊടിയൊക്കെ ഒന്ന് ആ പനീറിൽ പിടിക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ മിക്സാക്കി എടുത്ത പനീർ ഞാനിതാ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒന്ന് പൊരിഞ്ഞ് വന്നപ്പം ഞാനിതിലേക്ക് ഒരു 1/4 മുറി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമിട്ട് കുക്ക് ചെയ്യേണ്ട. കാരണം ഒരുപാട് വാടിക്കുഴഞ്ഞു പോയ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ക്രഞ്ചി ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അങ്ങനെ ഇതാ 1-2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് സോട്ടാക്കിയതിന് ശേഷം ഞാനിതാ പനീറിൻ്റെ മിക്സ് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിക്സിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, കോണിൻ്റെ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ പനീറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ മിക്സിലേക്ക് മയണൈസിൻ്റെ കൂടെ എപ്പോഴും ക്യാബേജിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേവിച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ്. അതിലേക്ക് മയണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. പറയാൻ വിട്ടുപോയി, പനീറിൻ്റെ മിക്സിൽ ഞാൻ കുറച്ച് പിസ്സ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ആക്കുമ്പം ആ ഒരു പാർട്ട് മിസ്സായി പോയതാണ്. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സാൻഡ്വിച്ച് ലെയർ ആക്കി എടുക്കണം, ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു ലെയറിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പുതിന ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബ്രെഡ് സൈഡ് വേണമെങ്കിൽ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഒരു ബ്രെഡിൽ പുതിന ചട്നി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പനീറിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ബ്രെഡിൽ ചിക്കൻ മയണൈസിൻ്റെ ആ ഒരു മിക്സും കൂടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും അട്ടിക്ക് വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് വെച്ച് ഇത് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഓരോന്നും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓരോ ബ്രെഡായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടല്ല ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കുന്നത്, അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇനിയിപ്പം സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു തവ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള സാൻഡ്വിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അപ്പുറവും തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ബ്രെഡും വേണമെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ലെയർ ആക്കി കൊടുത്താലും മതി. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ അടുത്ത ഭാഗം കൂടെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം. നല്ല കൂൾ ഡ്രിങ്ക്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല കട്ടൻ ചായൻ്റെ കൂടെയോ മസാല ടീൻ്റെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. പനീറും ചിക്കനും മയണൈസും ആ ഒരു പിസ്സ സോസും ഒക്കെ കൂടി ആയപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പനീറും ചിക്കനും ഒക്കെ കൂടി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി കോമ്പിനേഷനാണ് ഈ ഒരു സാൻഡ്വിച്ച്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോമ്പിൻ്റെ അപ്പോഴും ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ആ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിതാ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ജ്യൂസ് വത്തക്കയും റൂഹഫ്സയും ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിച്ചേക്ക്. അപ്പം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.